ഓക്കെ, വെൽക്കം ടു പാരസ് പ്ലാനറ്റ്. നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ഒരു പുതിയ ഫോണ് മേടിച്ചിട്ടുണ്ട്. ആ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമ്മൾ കണ്ട പോലെ ഇത് നത്തിങ് ഫോൺ വൺ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ കുറേ ബ്ലോഗേഴ്സ് ഒക്കെ അവരുടെ റിവ്യൂ ഇടുന്നുണ്ട്. അതെല്ലാം എന്തോ കമ്പനിക്കാർ നേരിട്ട് അയച്ചു കൊടുത്തിട്ട് ചെയ്തേക്കുന്ന റിവ്യൂ ആണ്. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഒരു റിവ്യൂ നടത്താമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ലൈറ്റാണ്, ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഏത് സൈറ്റിൽ നിന്ന് കിട്ടും, എപ്പോഴാണ് ഇത് മേടിക്കേണ്ടത്, ഞാൻ ഏത് സൈറ്റിൽ നിന്നാണ് മേടിച്ചത്, എത്രയാണ് പ്രൈസ് ആയത് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കം ഓൺ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ അടിപൊളി ഒരു വളരെ സ്ലിമ്മായിട്ടുള്ള വളരെ സൂപ്പറായിട്ടുള്ളൊരു ബോക്സാണ്. അപ്പം സി ഡി കവർ പോലെ അതെ തന്നെ. പണ്ട് നേരത്തെ DVD നമ്മൾ മേടിക്കുമ്പോഴേ DVD കമ്പ്യൂട്ടറിൻ്റെ DVD ഡ്രൈവ് മേടിക്കുമ്പോൾ ഏകദേശം ഈ സൈസ് ആയിരുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ CD ഒക്കെ വരുന്ന പോലെ തന്നെ ചെറിയ 2 ബോക്സ് ഉണ്ട്. വേറെ ഐറ്റങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ നിന്ന് ഒരു കാര്യം ഇപ്പം തന്നെ മനസ്സിലാക്കിയെടുത്തു നിങ്ങൾ, ചാർജർ ഇതിൻ്റെ കൂടെ ഇല്ല. ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അതാണ് നത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. നത്തിങ്, ഇതിൻ്റെ അകത്ത് ചാർജർ ഇല്ല നിങ്ങൾക്ക്. അപ്പോൾ ചാർജർ വേണമെങ്കിൽ കാശ് കൊടുത്ത് വേറെ മേടിക്കാം. ഈ ഐഫോണിലൊക്കെ അങ്ങനെയാണ്, ചാർജറൊന്നുമില്ല. ഇപ്പം ചില ബ്രാൻഡിനൊക്കെ ഇതുപോലെ ചാർജർ വരുന്നില്ല. അപ്പോൾ അതേ മോഡൽ ഇതിൽ ചാർജറില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേറെ ഉണ്ടെന്ന് നോക്കാം. അപ്പം നല്ലൊരു ബോക്സ്, പിന്നെ ഇത് നമ്മുടെ ഫോൺ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഫോൺ കൂടാതെ വേറെ എന്തൊക്കെ വരുമെന്ന് നോക്കാം. സിം ഇജക്ടർ ആണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ കിട്ടുന്ന പോലത്തെ സിം ഇജക്ടർ അല്ല. ഇതെന്താ ഇങ്ങനൊരു സിം ഇജക്ടർ എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ചാർജർ ഞങ്ങൾ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് അടിപൊളി ഒരു കേബിൾ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ USB-C പോർട്ട് കേബിൾ ഉണ്ട്. അപ്പോൾ ചാർജർ വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിച്ചോണം എന്നാണ്. പിന്നെ യൂസർ മാനുവൽ ഉണ്ട്. അവിടെയും ഞാൻ പറഞ്ഞ പോലെ അവരുടെ ആ ഫോണ്ടിൻ്റെ യൂസേജ് ലോഗോയിലുള്ള പോലെ തന്നെയുള്ള ഫോണ്ടാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. നത്തിങ് ഫോൺ 1 എന്ന് പറയുന്നതാണ്. മോഡൽ A063 എന്ന് പറയുന്നത്. വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. വേറെ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ബോക്സ് അപ്പം കാലി. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് ഒന്നുകൂടെ പറയാം. ഫോൺ വരുന്നുണ്ട്, ഒരു USB-C കേബിൾ വരുന്നുണ്ട്, പിന്നെ ഒരു സിം ട്രേ ഇജക്ടർ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതയുണ്ട്, സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ അല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറണ്ടി കാർഡാണ് നമ്മുടെ കയ്യിൽ മൂന്നാമതുള്ളത്. അപ്പോൾ നമുക്കിനി നേരിട്ട് നമുക്ക് ഫോണിലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഈ ചാർജറിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറേ നോക്കി ഇതിന് ചാർജർ ഏതാ പറ്റുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം കുറേ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ മൊത്തമായി കാണുക. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഏത് ചാർജറാണ്, ഞാൻ വേറെ ചാർജറും വയർലെസ് ചാർജറും അല്ലാതെ ചാർജറും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചും പറയുന്നതാണ്. അപ്പം ഫോൺ മാത്രം നമുക്ക് ഒന്ന് എടുക്കാം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മാറ്റാം. അതൊരു ഡിസ്റ്റർബൻസ് വരും. അപ്പം നമുക്കിതൊക്കെ മാറ്റാം. ഓക്കെ, അപ്പം നമ്മുടെ ഫോണ് ഇതാണ്. നമ്മുടെ ഫോണ് ഞാൻ ജസ്റ്റ് കവറൊന്ന് മാറ്റുമ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. ഓക്കെ, അപ്പം നോക്കിക്കാൻ നല്ല എലഗൻറ്റ് ലുക്കാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ഐഫോണൊക്കെ കൈ പിടിക്കുന്ന ഒരു ഫീലുണ്ട്. കുറച്ച് വെയിറ്റ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, കയ്യിൽ പിടിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് തോന്നുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് നമ്മൾ എടുത്തത്. അപ്പം ഇതിൻ്റെ മോഡൽസ് വരുന്നത് 2 വേരിയൻസേ ഉള്ളൂ, 2 കളർ വേരിയൻസേ ഉള്ളൂ. ഒന്ന് ബ്ലാക്കും രണ്ടാമത്തെ വൈറ്റും. പിന്നെ ഇത് വരുന്നത് 8 GB റാമും 128 സ്റ്റോറേജ് വരുന്നുണ്ട്. 8 GB 256 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ
വീണ്ടും 12 GB 256 സ്റ്റോറേജ്. അപ്പം നമ്മുടെ ഇത് ഹൈ എൻഡ് ആണ്. ഇതിലെ 256 സ്റ്റോറേജും 256 സ്റ്റോറേജും 12 GB റാമും ഉള്ള മോഡലാണ് ഈ എടുത്തിരിക്കുന്നത്. ലുക്ക് വൈസ് കിടു, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ബാക്ക് സൈഡ് ആ ലൈറ്റുള്ള ഭാഗത്ത് ഒരു ഗ്ലാസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പം ബാക്കി ലുക്ക് രസമുണ്ട് കേട്ടോ. വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വെയിറ്റ് അല്ല, എന്നാലും ഒരു അത്യാവശ്യം നമുക്ക് കൈ പിടിക്കുമ്പോൾ ഒരു ഫീലുണ്ട്, അതിനൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ ഫിനിഷിങ് തന്നെയാണ് കേട്ടോ, നല്ല ഫിനിഷിംഗ് ആണ്. അപ്പോൾ അതൊരു ഫീല്, ഒരു റോയൽ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഫോണിന്. എനിക്ക് തോന്നുന്നു അധികം കവറൊക്കെ ആയിട്ട് കുളവാക്കാതെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പറ്റി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നത്തിങ് എന്ന് പറയുന്ന ലോഗോ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ എല്ലായിടത്തും ഈ ഫോണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സിം കാർഡ് ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പം അവർ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വൈഫൈ കണക്ട് ചെയ്തു. ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ അവർ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പഴയ ഫോണിലെ ഡീറ്റെയിൽസ് എടുക്കാം. എന്നെപ്പോലുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒന്നിൻ്റെ പാസ്വേഡ് ദൈവം സഹായിച്ച് ഓർമ്മയില്ല. അപ്പം ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രൈ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. മറ്റേ സാധാരണ വീണ്ടും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പരിപാടി ഇത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം. അപ്പം യു നീഡ് യുവർ ഓൾഡ് ആൻഡ്രോയിഡ് ഓർ ഐഫോൺ ഡിവൈസ്, ടേൺ ഇറ്റ് ഓൺ ആൻഡ് കീപ്പ് ഇറ്റ് അൺലോക്ക്. അപ്പോൾ ഇത് കണക്റ്റ് ചെയ്തിട്ട് അത് ഓൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്റ്റഡ് ടു യുവർ A063 എന്ന് പറയുന്ന ഫോണിലേക്ക് കോപ്പി ഡേറ്റ ടു യുവർ ന്യൂ ഡിവൈസ് എന്ന് ചോദിക്കുന്നുണ്ട്. കോപ്പിങ് യുവർ അക്കൗണ്ട് 2 കാണിക്കുന്നുണ്ടോ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കോപ്പിങ് യുവർ അക്കൗണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇച്ചിരി ടൈം എടുക്കുന്നതാണ്. ഓക്കെ, ഗെറ്റിംഗ് റെഡി. എല്ലാ സാധനങ്ങളും കോപ്പി ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്ഷനാണിത്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കോപ്പിംഗ് എല്ലാം ശരിയായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ യു ക്യാൻ ഡിസ്കണക്ട് ദി കേബിൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുവാണ്. ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് ഡിസ്കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇത് ഫിനിഷ് ചെയ്യാൻ പോവാം. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതിൽ 256 സ്റ്റോറേജും 12 GB റാമുമാണ് വരുന്നത്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് 256 സ്റ്റോറേജും 8 GB റാമുമാണ് വരുന്നത്. പിന്നെ അടുത്ത മോഡൽ എന്ന് പറയുന്നത് 128 GB സ്റ്റോറേജും 8 GB റാമും. പിന്നെ ഇത് 2 കളേഴ്സാണ് ഇതിനുള്ളത്. ഒന്ന് ബ്ലാക്കും ആണ്, ഒന്ന് വൈറ്റും ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസ് മോഡലിന് 32,999 റുപ്പീസ് തൊട്ട് ഹൈ എൻഡ് 38,999 വരെയാണ് വരുന്നത്. അതായത് ഏകദേശം 33,000 രൂപ തൊട്ട് 39,000 അകത്താണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ നടുക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒന്ന് ഏറ്റവും ബേസ് മോഡലിന് 32,999 ഏറ്റവും ഹൈ എൻഡ് മോഡല് 38,999 വരുന്നത്. ഇത് ഫ്ലിപ്കാർട്ടിൽ കൂടെ മാത്രമാണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഉള്ളത്. സെയിലുള്ളത് ഫ്ലിപ്കാർട്ടിൽ കൂടെ മാത്രമാണ്. അവിടെ തന്നെ സ്റ്റോക്ക് വളരെ ലിമിറ്റഡ് ആണ്. ഇപ്പം നിങ്ങൾ ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോക്ക് അവൈലബിൾ അല്ലായിരിക്കും. അവർ ചില പ്രത്യേക ടൈമിൽ മാത്രമേ ആ സ്റ്റോക്ക് കൊടുക്കത്തുള്ളൂ. റീസെൻ്റ്ലി അവർ ഓഗസ്റ്റ് 5-നായിരുന്നു സെയിൽ നടന്നത്. 5-ന് സെയിൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ സ്റ്റോക്ക് തീർന്നായിരുന്നു. അപ്പോൾ ഇപ്പം സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് കമ്മിങ് സൂൺ എന്നാണ്. മേ ബി ഇനി ഓഗസ്റ്റിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ് എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോട്ടിഫൈ മീ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിലെ വെബ്സൈറ്റിൽ. അപ്പോൾ അതിലൊന്ന് നോട്ടിഫൈ ചെയ്താൽ മതി. 16.64 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6.55 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഫുൾ HD+ ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 4500 mAh ആണുള്ളത്. ലിഥിയം ബാറ്ററി ആണുള്ളത്. പിന്നെ ഞാൻ വീണ്ടും പറയുവാണ്, ഇത് ഈ ബോക്സിനുള്ളിൽ നമുക്ക് ചാർജർ അവൈലബിൾ അല്ല.
പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് സ്നാപ്ഡ്രാഗൺ 778G+ പ്രോസസ്സറാണ്. അത്യാവശ്യം ഗെയിമിങ്ങിനും ഒക്കെ നല്ല പ്രോസസ്സറാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്ലിഫ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗ്ലിഫ് ഇൻ്റർഫേസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത നമ്മൾ OSലേക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രോസസ്സറിലേക്ക് പോകുമ്പോഴും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് നത്തിങ് OS വേർഷൻ 1 ആണ്. അതിൻ്റെ പ്രത്യേകത അധികം ആൻഡ്രോയിഡ് കസ്റ്റമൈസ് ചെയ്യാത്ത ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ആൻഡ്രോയിഡാണ്. സോ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, വളരെ ഫാസ്റ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് വരും. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ആൻഡ്രോയിഡ് 12 OS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യാമറയുടെ പ്രൈമറി ക്യാമറ ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ 2 പ്രൈമറി ക്യാമറ ആണുള്ളത്. അത് രണ്ടും 50 മെഗാ പിക്സലാണ്. ഈ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സോണിയുടെ സെൻസർ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 50 മെഗാ പിക്സൽ ക്യാമറ സോണിയും രണ്ടാമത്തെ 50 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെയും ആണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലോ മോഷൻ 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സെക്കൻഡറി ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാ പിക്സലാണ്. അതും സോണിയുടെ തന്നെയാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് റെക്കോർഡിങ്, ഈ ക്യാമറാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫുൾ HD റെക്കോർഡിങ് നമുക്ക് സാധിക്കും. ഇതിൻ്റെ റിയർ ക്യാമറ, അതായത് നമ്മുടെ റിയർ ക്യാമറ 2 ക്യാമറ ഉള്ള റിയർ ക്യാമറയിൽ 4K വീഡിയോസ് വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അത് തന്നെ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് പറ്റും. 60 ഫ്രെയിംസ് ആയിരുന്നു കുറച്ചും കൂടെ നന്നായേനെ, പക്ഷേ ഓക്കെ, 4K വീഡിയോ 30 ഫ്രെയിംസ് അത് ഓക്കെയാണ്. പിന്നെ 1080 ഫ്രെയിം, അതായത് 2K വീഡിയോസ് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെ നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയെ നമുക്ക് 2K റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റും, പക്ഷേ 30 ഫ്രെയിംസ് പെർ സെക്കൻഡാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡും മിനിമം എന്ന് പറയുന്നത് 30 ഫ്രെയിംസ് പെർ സെക്കൻഡുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അടുത്ത കണക്ടിവിറ്റി ഫീച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫോണ് നമുക്ക് 5G സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് 2 നാനോ സിമ്മാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. OSൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നത്തിങ് OS ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നത്തിങ് OS വേർഷൻ 1 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ വ്ളോഗേഴ്സും അതും ഇതുമൊക്കെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, എന്താണ് ഈ പേര് നത്തിങ് ഫോൺ 1 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴാണ് ആമസോണിൽ ഈ പ്രോഡക്റ്റ് കാണിക്കുന്നില്ല. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഫ്ലിപ്കാർട്ട് വഴിയേ നമുക്കിത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റിൽ അവരുടെ മൊബൈൽ ആപ്പിൽ എടുത്ത് നോക്കിയപ്പോൾ ഈ പ്രോഡക്റ്റ് ഇല്ല, അവൈലബിൾ അല്ല. ഇങ്ങനെ നോക്കിയിരുന്ന സമയത്താണ് 5-ാം തീയതി പ്രോഡക്റ്റ് വീണ്ടും സെയിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. 12 മണിക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അന്ന് അവധിയുള്ള ദിവസമായിരുന്നു. ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം നോക്കിയപ്പം കണ്ടു, കൃത്യം 12 മണിക്ക് നോക്കിയപ്പം പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം HDFCയുടെ കാർഡ് ഉള്ളതുകൊണ്ട് ഓൾറെഡി 2000 റുപ്പീസ് അതിൻ്റെ ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ EMIയിലും കൂടെ ഓഫർ വന്ന് എല്ലാം കൂടെ നമുക്ക് 39-ൻ്റെ ഈ പ്രോഡക്റ്റ് നമുക്ക് 35-നാണ് കിട്ടിയത്. അപ്പം നല്ലൊരു ഓഫറായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ട് വെബ്സൈറ്റിൽ ആപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ നോക്കുക. നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം OnePlus ടീമിലുള്ള ഒരു ഫൗണ്ടർ തന്നെയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടർ, അപ്പം അവരുടെ ഒരു വെറൈറ്റി എന്തായാലും കൊണ്ടുവരുമെന്ന് തോന്നുന്നു. ബാക്കി നോക്കാൻ കാരണം നിങ്ങൾക്കറിയാം, എൻ്റെ ഇതിന് മുമ്പത്തെ ഫോണ് OnePlus 7 Pro ആയിരുന്നു. അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അടിപൊളിയാണ്. കാരണം നമ്മൾ ഒരു 3 വർഷം മുമ്പെയാണ് മേടിച്ചത്. അതിലും 4K റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ ആ ക്യാമറയിൽ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ആ മൊബൈലിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോഴും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ജെന്യുവൻ ഒപ്പീനിയൻ ആണ് പറയുന്നത്. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.